നമസ്കാരം. 10 കൊല്ലത്തെ പിണറായി സർക്കാരിൻ്റെ തേർവാഴ്ച കഴിഞ്ഞ് പിണറായി സാറും സംഘവും അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ മൂന്നാം വട്ടം അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അങ്ങനെ രണ്ടാം ഘട്ടം തേർവാഴ്ച കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ കേരളത്തിൽ ബാധ്യതയില്ലാത്ത എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്തെല്ലാം തരത്തിൽ അഴിമതികൾ നടത്തുന്നു. വാടക ഹെലികോപ്റ്റർ, അമേരിക്കൻ ചികിത്സ, നവകേരള സർക്കിട്ട് നടത്താൻ കോടികൾ മുടക്കിയുള്ള ബസ്സിലിരുന്ന് കറങ്ങിക്കളിക്കാൻ കസേര, പാർട്ടി കൊലയാളികളെ രക്ഷിക്കാൻ കോടികൾ മുടക്കിയുള്ള ബസ് നടത്തിപ്പ്, റൂം ഫോർ റിവർ പോലെയുള്ള പദ്ധതികളെക്കുറിച്ച് പഠിക്കാനെന്ന് പറഞ്ഞ് കുഞ്ഞുകുട്ടി പരാധീനങ്ങളെയും കൂട്ടി നെതർലാൻഡ്സ് അടക്കമുള്ള രാജ്യങ്ങളിൽ പോയി ചുറ്റിയടിച്ചത്. അങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അന്തം കമ്മികളല്ലാത്തത് കൊണ്ട് ചോര തിളയ്ക്കും. അതുകൊണ്ട് കൂടുതൽ അഴിമതികളിലേക്ക് കടക്കുന്നില്ല, പറയാൻ തുടങ്ങിയ കാര്യത്തിലേക്ക് കടക്കാം. പാലക്കാട് എലപ്പുള്ളിയിലെ സ്വകാര്യ മദ്യനിർമ്മാണശാലയ്ക്കായി സർക്കാർ അനുമതി നൽകിയത് തിരക്കിട്ടാണ്. എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സർക്കാരിൻ്റെ മദ്യനിർമ്മാണ കമ്പനിയായ മലബാർ ഡിസ്റ്റിലറീസിൽ മദ്യനിർമ്മാണം തുടങ്ങാനുള്ള നീക്കങ്ങൾ മരവിപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ സ്വകാര്യ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയത്. മലബാർ ഡിസ്റ്റിലറീസിൻ്റെ മേനോൻപാറയിലെ ഭൂമിയിൽ മദ്യനിർമ്മാണ കമ്പനിക്കായി 2022 ജൂണിൽ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ഇതുവരെ സാങ്കേതികാനുമതി നൽകിയിട്ടില്ല. ഇപ്പോൾ സർക്കാർ അനുമതി നൽകിയിരിക്കുന്ന സ്വകാര്യ കമ്പനിയായ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങാനിരിക്കുന്ന മദ്യനിർമ്മാണശാലയ്ക്ക് വെറും 8 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ മലബാർ ഡിസ്റ്റിലറീസിൻ്റെ ഭൂമി എന്നുകൂടി അറിയണം. വില കുറഞ്ഞ മദ്യം ലഭ്യമാക്കാനും പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും സർക്കാരിൻ്റെ വരുമാനം കൂട്ടാനുമാണ് മലബാർ ഡിസ്റ്റിലറീസിൽ മദ്യം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 5 ബോട്ട്ലിംഗ് ലൈൻ, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യനിർമ്മാണം, ബ്ലെൻഡിംഗ്, ബോട്ട്ലിംഗ് യൂണിറ്റ് എന്നിവ തുടങ്ങുന്നതിന് 2022 ജൂൺ 13 സർക്കാർ മലബാർ ഡിസ്റ്റിലറീസിന് അനുമതി നൽകിയിരുന്നു. ചിറ്റൂർ ഷുഗേഴ്സ് മില്ലിൽ ചാരായ നിർമ്മാണത്തിനായി ഉപയോഗിച്ച ഗോഡൌൺ കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നവീകരണം ആരംഭിക്കുകയും ചെയ്തു. പ്ലാന്റിന്റെ നിർമ്മാണം ഉൾപ്പെടെ 25.8 കോടിയുടെ പദ്ധതി കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് സർക്കാർ സ്വകാര്യ മദ്യനിർമ്മാണ കമ്പനിയുമായി ചർച്ചകൾ നടത്തുകയായിരുന്നു എന്നുള്ളതാണ് വിരോധാഭാസം. സ്വകാര്യ കമ്പനിയുമായി ഏകദേശ ധാരണയായപ്പോൾ മലബാർ ഡിസ്റ്റിലറീസിൻ്റെ നടപടികളുടെ വേഗം കുറഞ്ഞു. 2024 ജൂലൈയിൽ മലബാർ ഡിസ്റ്റിലറീസിൻ്റെ പദ്ധതിക്ക് സർക്കാർ ഭരണാനുമതി നൽകി. പക്ഷേ ഇതുവരെ സാങ്കേതികാനുമതി കൊടുത്തിട്ടില്ല. ഇതിനിടയിൽ ശുദ്ധജലത്തിനായി വാട്ടർ അതോറിറ്റിയുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതി എലപ്പുള്ളി, വടകരപ്പതി പഞ്ചായത്തുകളുടെ എതിർപ്പ് കാരണം മുടങ്ങുകയും ചെയ്തു. 1,87,00,000 രൂപയ്ക്ക് വാങ്ങിയ പൈപ്പുകൾ കാട് മൂടിക്കിടക്കുകയാണിപ്പോൾ. മലബാർ ഡിസ്റ്റിലറിയിൽ ഏത് മദ്യം ഉൽപ്പാദിപ്പിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ തള്ളിമറിച്ചത്. എന്നാൽ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റിൽ ജവാൻ ബ്രാൻഡിയാണ് ഇവിടെ നിർമ്മിക്കുന്നത് എന്നാണ് കാണുന്നത്. അതായത് ചുക്കേതാണ് ചുണ്ണാമ്പ് ഏതാണ് എന്നറിയില്ലെങ്കിലും പണ്ട് അങ്ങേര് തന്നെ പറഞ്ഞതുപോലെ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട്, അത്ര തന്നെ. എന്തായാലും ഒരു കൊല്ലത്തെ ഭരണം കൂടി കഴിഞ്ഞ് പിണറായി സാറും സംഘവും മൂട്ടിലെ പൊടിയും തട്ടി പോകുമ്പോൾ കേരളം ബാക്കിയുണ്ടാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.